അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുവേലി അബ്ദുള്ള വിവാദത്തിന് പുറമെ മറ്റൊരു വിവാദത്തിനു കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്. വിസ്റ്റം ജിന്നൂരി ആയതുകൊണ്ട് ബഹുദൈവ വിശ്വാസിയാണെന്ന് ചുവേലി അബ്ദുള്ള മൗലവി വിശ്വസിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേന്നമുകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്നമുകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ല പൊറുത്തു തരട്ടെ. ചിന്തിക്കും. അത് കേരളമിന്റെ വാദമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. നമുക്കൊന്ന് കേട്ടു നോക്കാം. മരണത്തിനിടയിൽ നമ്മളൊക്കെ ഇന്ത്യയിലെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സിലൂടെ കടന്നുപോയാൽ നാം കാണുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓം അസദോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ, ഓം ശാന്തി ശാന്തി ശാന്തി. അതിലെ ഏറ്റവും ഉജ്ജ്വലമായ ചിന്ത എന്താണ്? ഓം അസദോമ സദ്ഗമയ. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണ്? സൂര്യനെ സൃഷ്ടിച്ചത്? ആരാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്? ആരാണ് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് ലോകത്തെ സംവിധാനിച്ചത്? അതൊക്കെ സംവിധാനിച്ച സംവിധായകൻ, അതാണ് ഓം എന്നതുകൊണ്ട് വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. ആ സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയാണെന്ത്? എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കണമേ. ബൈബിള് പറഞ്ഞപ്പോഴും വേദം പറഞ്ഞപ്പോഴും ഞാൻ അധ്യായ നമ്പർ പറഞ്ഞില്ലേ നിങ്ങളോട്? നിങ്ങൾ പരിശോധിക്കുക, എന്നിട്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഹക്കിന്റെ കൂടെ നിൽക്ക്. അല്ലാതെ നിങ്ങൾ പുസ്തകത്തിൽ അംഗസംഖ്യ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. യൂത്ത് സമ്മേളനമൊക്കെ കണ്ടപ്പോ അധികമായ വലിയ പ്രശ്നമാണ്. അധികമല്ല, അത്ര മതി. നിങ്ങൾ അംഗസംഖ്യ കൂട്ടായി ഞങ്ങൾ വിളിക്കൂല. നിങ്ങൾക്ക് വേണേ സ്വയം നന്നായിക്കൂടെ, അത്രേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ പറ്റി എന്തൊക്കെ പുകിൽ ഇവിടെ പറയുന്നതെന്ന്. ഞങ്ങൾ ജിന്നു പൂജകരാന്നല്ലോ പറയുന്നത്. ആര്? നമ്മളെ പാവം പിടിച്ച കേന്ദ്രമാര് സാധുക്കള്. അത് പറഞ്ഞിങ്ങനെ നടന്നോളി. നേരം വെളുക്കണവരെ രണ്ടാളതിന് കെട്ടയച്ച് വിടുകയും ചെയ്തോളി, നന്നാവും. ശരിക്കും ജനങ്ങളെടുത്തുനിന്ന് വിട്ടിട്ടുണ്ട്, ആരുമില്ല. പിന്നെ ഉള്ളത് ഹദീസ് നിഷേധികളുടെ കൂടെയാണ് 4 ആള്. മനസ്സിലായോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മുജാഹിദ് ബാലുശ്ശേരിയുടെ വീഡിയോ ഇപ്പോൾ ഇഷ്ടംകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്നുറപ്പിച്ച് ഞാൻ പറയാം, ഇദ്ദേഹം പറയുന്ന ഈ വ്യക്തി ഇദ്ദേഹത്തെ തെറി വിളിച്ചു, മുശ്രിക്ക് എന്ന് വിളിച്ചു എന്ന് പറയുന്നത് പച്ചക്കളവാണ്. നേരിട്ട് മുജാഹിദ് ബാലുശ്ശേരിയെ ആർക്കെങ്കിലും പരിചയമുണ്ട് എങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെലിഫോൺ ഇദ്ദേഹത്തോട് സംസാരിച്ച വാട്സപ്പിലെ വോയിസ് മുഴുവനും ഇദ്ദേഹത്തോട് സംസാരിച്ച ആ വ്യക്തി എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ചു തരും. ഇതിന് വിപരീതമായിട്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതാണ് സത്യമെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയില്ല. പച്ചക്കളവ്. വല്ലാഹി വല്ലാഹി വല്ലാഹി. മൈക്ക് കിട്ടിയപ്പോൾ സദസ്സിനെ വികാരം കൊള്ളിക്കാൻ അദ്ദേഹം പച്ചക്കളവാണ് പറഞ്ഞത്. പച്ചക്കളവാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ സംസാരങ്ങളും. അത് വഞ്ചിതരാകരുത് ആരും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. വിസ്റ്റംകാര് ഇതുമായി ഊരി ചുറ്റുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. വിസ്റ്റംകാരുടെ വിശ്വാസം ഷിർക്കാണ് എന്ന് ഏത് വിസ്റ്റത്തിന്റെ കേന്ദ്രത്തിന്റെ ആസ്ഥാനത്തിന്റെ ഏത് വിസ്റ്റം നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ പറയും. പക്ഷെ ഇന്നൊരു മുശ്രിക്കാണ് എന്ന് പേരെടുത്ത് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ലത്. അവരുടെ അഖീദയിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും. അത് ഇപ്പോഴും പറയും, എവിടെന്നും പറയും. എടാ നീ മുശ്രിക്കാണെടാ എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ ഒരു മുജാഹിദുകാരനും പറഞ്ഞിട്ടില്ല, തെളിയിക്കാനൊട്ട് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കൾക്ക് ചുവേലി അബ്ദുള്ള മൗലവിയുടെ വിവാദ പരാമർശത്തിൽ നിന്ന് ചുവേലി അബ്ദുള്ള മൗലവിയെ പ്രതിയാക്കിക്കൊണ്ട് തടിയൂരാൻ കഴിയില്ല. വിസ്റ്റം ജിന്നൂരികൾ അള്ളാഹിനോട് തേടുന്നത് പോലെ ജിന്നിനോട് തേടുന്നവരാണ്. വിസ്റ്റം ജിന്നൂരികൾ കപടന്മാരാണ്.
മാത്രമല്ല അവർ ബഹുദൈവ വിശ്വാസികളാണ്. ഇതുവരെ ഈ പ്രസംഗം നിഅമത്തുള്ള ഫാറൂഖി തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല KNM നിന്ന് ഔദ്യോഗികമായി തിരുത്തണമെന്ന് ഇതുവരെ നിഅമത്തുള്ള ഫാറൂഖിയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അറിയാതെ പെട്ടുപോയവർക്ക് അത് വലിച്ചെറിയാനുള്ള സുവർണ അവസരം കൂടിയാണ് എന്നോർക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.